Good afternoon. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് തേർഡ് ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് അതിന്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ പദങ്ങളുടെ അർത്ഥം പഠിക്കാം എന്നാണ് ആദ്യത്തേത്. ഗംഗാ സ്നാനം, ഗംഗയിലെ കുളി. മോഹഭംഗം, നിരാശ. ശാശ്വതം, എന്നും നിലനിൽക്കുന്നത്. ഓക്കെ, ശാശ്വതം എഴുതി എടുത്തോ നോട്ടിൽ എല്ലാവരും? ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞു എല്ലാവരും നോട്ടിൽ? ഈ അർത്ഥം എഴുതിയതിനു ശേഷം മിസ് സെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണം കേട്ടോ. ബാക്കിയത് പ്രയോഗിക്കുന്നത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അത് എഴുതി സെൻഡ് ചെയ്യാം പിന്നീട്. നമുക്കിപ്പോ വൺ വേർഡ് പോലെ തന്നെ ആൻസറാ വരുന്നത്. അപ്പൊ ടെക്സ്റ്റ് എല്ലാം നല്ലപോലെ വായിക്കും. സൗണ്ട് വീണ്ടും വരുവാണ്. അതിവിടെ പണിയെടുക്കുന്നുണ്ടടാ. അപ്പൊ ഞാൻ വിചാരിച്ച അവര് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇപ്പൊ അത് നോട്ട് ആദ്യം നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ആ സെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കണം കേട്ടോ. ഇത് വെച്ചിട്ട് സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയെന്നാ. അപ്പോ നെക്സ്റ്റ് ശാശ്വതം, എന്നും നിലനിൽക്കുന്നത്. അർത്ഥം എഴുതുകാന്ന് എഴുതി നിങ്ങൾ അത് മൂന്നും എഴുതണം ആദ്യം. ഗംഗാ സ്നാനം, മോഹഭംഗം, ശാശ്വതം. നെക്സ്റ്റ് വിശദീകരിക്കേണ്ട പദങ്ങൾ എഴുതിയിട്ട് കുംഭമേള 12 വർഷത്തിലൊരിക്കൽ പ്രയാഗയിൽ നടത്തുന്ന മഹോത്സവമാണ് ഏത്? കുംഭമേള. മുഹൂർത്തം, ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന പുണ്യ സമയമാണ് മുഹൂർത്തം. ഗംഗേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ ഒഴുകിയിരുന്ന നദിയാണെന്നാണ് വിശ്വാസം. ഭഗീരഥനാണ് ഗംഗയെ ഭൂമിയിൽ എത്തിച്ചത്. ഗംഗയിൽ കുളിക്കുന്നത് പുണ്യമായി കരുതുന്നു. നെക്സ്റ്റ് പദങ്ങളെ സംയോജിപ്പിക്കാം. കാലിൽ പ്ലസ് ഇടറി, കാലിടറി. കണ്ടെത്തി പ്ലസ് കണ്ടെത്തിയില്ല. നെക്സ്റ്റ് ദുഃഖത്തിലാണ്ട. 3 ആ പ്ലസ് കാര്യം, അക്കാര്യം. സ്വരാജ്യ പ്ലസ് അഭിമാനം, സ്വരാജ്യാഭിമാനം. സന്തോഷത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? സന്താപം. ഉത്തമം, അധമം. ഇഷ്ടം, അനിഷ്ടം. അപ്പൊ വാക്യത്തെ പ്രയോഗിക്കുക. ഞാൻ ഇന്നലെ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ മാത്രം സെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഏതായാലും ഈ എക്സാമിനില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും വായിക്കണം. എന്നാലേ നിങ്ങൾക്ക് അതായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് ആണ്. ശ്രദ്ധിച്ചിട്ട് തന്നെ അതിന്റെ ആൻസർ എഴുതണം. നിങ്ങൾക്ക് എഴുതല് കുഴപ്പമില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ കാര്യമൊന്നും വരുന്നില്ല, കാരണം ടിക്ക് ചെയ്യല്ലേ വേണ്ടത്. അതുകൊണ്ട് കുഴപ്പമില്ല, എഴുതി പഠിക്കുന്നത് അങ്ങനെയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് കുറച്ചല്ലേ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണം. ടെക്സ്റ്റിന് ഏത് ഭാഗത്തും ക്വസ്റ്റ്യൻ വരും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇവിടെ വരെ നമ്മൾ വായിച്ചാണ് അല്ലേ അന്ന്. സ്വാതന്ത്ര്യം രണ്ടാമത്തത് വേണമെന്ന് പറഞ്ഞു. പ്രസ്ഥാനം ഏത്? ഫസ്റ്റ് വൺ. ഐച്ഛികം ആദ്യത്തത് അല്ലേ? പിന്നെ ബിരുദം രണ്ടാമത്തെ. സ്വച്ഛന്തം രണ്ടാമത്തെ അല്ലേ? നമ്മൾ കറക്റ്റ് ചെയ്തതാണ് അല്ലേ അത്? പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മൾ പറഞ്ഞാണല്ലേ ഇതൊക്കെ നമ്മൾ പറഞ്ഞാണല്ലേ. എന്നാല് കേട്ടാൽ ആർക്കും അതിശയം തോന്നും. ഏത് കാര്യം പറഞ്ഞല്ലേ? നോട്ട് കംപ്ലീറ്റ് ചെയ്തോ നിങ്ങള്? എത്ര പേര് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ആൻസർ മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഴുതിയോ ആൻമരിയ? ഇല്ല, അതും കൂടി എഴുതണം. ദിയ എഴുതിയോ? ദിയ എഴുതിയോ? മിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വായിച്ചേ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയോ? സൗണ്ട് വരില്ലല്ലോ മക്കളെ. ക്ലിയർ ആവുന്നില്ല. കേട്ടാൽ ആർക്കും അതിശയം തോന്നും. ഏത് കാര്യം? ഞാൻ ഇത് വെച്ചിട്ട് സൗണ്ട് വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കേട്ടാൽ ആർക്കും അതിശയം തോന്നും. ഏത് കാര്യം? ബഹദൂർ ശാസ്ത്രി മരിക്കുമ്പോൾ ഒരു വീട് പോലും ഇല്ലായിരുന്നു. അതാണ് അതിന്റെ ആൻസർ. ആഷിക്ക് എഴുതിയ മഞ്ഞ നോട്ട്. എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്യണേ. ഈ ഒരു പാഠം കഴിഞ്ഞു. നിങ്ങൾ പലരും ഉണ്ടായിരുന്നില്ല ക്ലാസ്സിൽ. തേർഡ് ലെസണിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നല്ലപോലെ വായിക്കണം. കേൾക്കുന്നുണ്ടോ മക്കളെ? മിസ് ഭയങ്കരം വേറെ ഏതോ സൗണ്ട് കയറി വരുന്നുണ്ട്. മഴയുടെ ആണെന്ന് തോന്നുന്നു. മഴയുടെ നല്ലടാ, ഇവിടെ പണി വർക്ക് ചെയ്യുന്നുണ്ട്. ഭയങ്കര സൗണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇപ്പൊ ക്ലിയർ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് 3 ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സാമിന് വേണ്ടി നിങ്ങൾ 3 അതായത് 2 പാഠം നല്ലപോലെ 3 പാഠം നല്ലപോലെ വായിക്കണം. ഒന്ന് പിന്നെ പദ്യം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാതെ. ഇടയിലെല്ലാം ചോദ്യം വരും. അപ്പൊ നിങ്ങൾ നല്ലപോലെ വായിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ നല്ലപോലെ പഠിക്കണം. ഇടയിലെല്ലാം വായിക്കണം. അപ്പൊ ഇപ്പൊ നമ്മൾ 3ാമത്തെ പാഠത്തിന്റെ പഠന കേൾക്കുന്നില്ലേ? സൗണ്ട് അധികം വരുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ഉണ്ടോ? മിസ് ഇപ്പം ക്ലിയർ ഉണ്ട്. അതെ അല്ലേ? ഇപ്പൊ ആർക്കും പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മള് 3 പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നല്ലപോലെ വായിക്കണം. ഇപ്പൊ ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ 3ാമത്തെ ലെസൺ പഠിക്കുന്ന സമയത്ത്. ആഷിക്കും ഉണ്ടായോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ വായിക്കണം. അപ്പൊ നമ്മള് 3 പാഠത്തില് 3ാമത്തെ പാഠം ചോദ്യോത്തരം സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കണം എക്സാമിന് വേണ്ടി. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയണല്ലോ. എന്തേ അന്മരിയ കേൾക്കുന്നില്ലേ? എല്ലാരും സ്ട്രക്കായി നിൽക്കും പോലെയുണ്ട്. അതെ, നമ്മുടെ ശ്രേയയും ആൻമരിയൊക്കെ ക്ലിയർ ഉണ്ടോ? ആൻമരിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചേ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ പറയാൻ നോക്കണല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് ജനിച്ചു? വായിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്നാ ആഷിക്കെ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ. ആഷിഖ് ഷാജി. ആഷിഖിന് ക്ലിയർ ഇല്ലേ? ആഷിഖ് അൺമ്യൂട്ട് ചെയ്തേ മോനെ. എല്ലാരും സ്ട്രക്കായി ചോദ്യം ചോദിക്കുമ്പോ. ആൻമരിയ ഉത്തരം പറഞ്ഞ ആൻമരിയ. പ്ലീസ് അൺമ്യൂട്ട് ആൻമരിയ. ഗാന്ധിജി എന്ന ജനിച്ചത് 1904 ഒക്ടോബർ 2. ഓക്കെ, ഒക്ടോബർ 2 ലാൽ ബഹദൂർ ശാസ്ത്രി ജനിച്ചത് അല്ലേ? നെക്സ്റ്റ് ഞാൻ ചോദിക്കുന്നവര് പറഞ്ഞാൽ മതി.
ആഷിക്കെ ക്ലിയർ ആയോ മോനെ? കേൾക്കുന്നുണ്ടോ ആഷിക്കെ? ആഷിഖ് ഷാജി പോയോ? നെക്സ്റ്റ്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അച്ഛന്റെ പേരെന്തായിരുന്നു? ഫെയ്ത്ത്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പിതാവിന്റെ പേരെന്തായിരുന്നു? മിസ് ഞാനില്ലായിരുന്നു. ടെക്സ്റ്റ് വായിച്ചോ? മൂന്നാമത്തെ ലെസൺ ഇല്ല. ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ടെക്സ്റ്റ് വായിക്കും നല്ല പോലെ. ഫെയ്ത്ത് തന്നെ എന്റെ കൂടെ വായിച്ചാണ്. ഓർമ്മയുണ്ടോ ക്ലാസ്സില്? നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം. ഇങ്ങനെയുള്ള ആൻസർ വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി വായിച്ചത്. നെക്സ്റ്റ് ആർക്ക് പറയാം ആൻസർ? യെസ്, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ പറയുന്നവര്. പറഞ്ഞു. ശാരദ പ്രസാദ്. ശാരദ പ്രസാദ്. കറക്റ്റ്. അപ്പൊ ശാരദ പ്രസാദ് ആയിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പിതാവ് അല്ലേ? നെക്സ്റ്റ്, ആയിരത്തി 1927 ലാൽ ബഹദൂർ ആരെയാണ് വിവാഹം ചെയ്തത്? ആര് പറയും ആൻസർ? ആർക്കറിയാം ആൻസർ? ലളിതാദേവി. ലളിതാദേവി. കറക്റ്റ്. ലളിതാദേവി. നെക്സ്റ്റ്, 12 വർഷത്തിലൊരിക്കൽ പ്രയാഗയിൽ നടത്തുന്ന മഹോത്സവം എന്താണ് അതിന്റെ പേര്? കുംഭമേള. ഓക്കെ. കുംഭമേള. ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന പുണ്യ സമയത്തിനാണ് ഡേഷ് എന്ന് പറയുന്നത്. എന്താ പറയുന്നേ? ഡേഷ്. ആർക്കും അറിയില്ലേ? ആർക്കറിയാം? ശുഭകരമായ കാര്യം. മുഹൂർത്തം. മുഹൂർത്തമാണോ? മുഹൂർത്തം. നെക്സ്റ്റ്, മോഹഭംഗം അർത്ഥം എന്താണെന്ന് പറയാൻ പറ്റുമോ? മോഹഭംഗം. എക്സാമിന് ഒരാളും ഇന്ന് വരെ റെഡി ആയില്ല അല്ലേ? ഓക്കെ. നിരാശ. സന്തോഷം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ്, വിപരീത പദം. സന്താപം. ഉത്തമം. അധമം. അനിഷ്ടം. അപ്പോ ഞാൻ ഇതുവരെ എടുത്ത പാഠത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യം ചോദിക്കാം. മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത് എപ്പോൾ? ടെക്സ്റ്റ് വായിച്ച് ക്ലാസ് ശ്രദ്ധിച്ച ഏതൊരാൾക്കും അതിന്റെ ആൻസർ പറയാൻ പറ്റും. വിദ്യ കൈവശമുള്ളപ്പോൾ. കൈവശമുള്ളപ്പോൾ അല്ലേ? കൈവശമുള്ളപ്പോഴാണ് മർത്യന് വിത്തത്തിന്റെ ആവശ്യമില്ലാതാകുന്നത്. ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. പിന്നെന്താ? അകക്കണ്ണ് തുറപ്പിക്കുന്നത് ആര്? ആരാണ് അകക്കണ്ണ്? പുലർവേളയിൽ അംശുമാൻ എന്താണ് ചെയ്യുന്നത്? പുറംകണ്ണ് തുറപ്പിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിഷ്ണുഗുപ്തൻ ശിഷ്യർക്ക് ഏർപ്പെടുത്തിയ മത്സരം എന്തായിരുന്നു?
ലോകത്തിലെ ഏറ്റവും പ്രകാശമേറിയ വസ്തു ഏറ്റവും കൊണ്ടു കൊടുക്കുക. പ്രകാശമേറിയ വസ്തു കൊണ്ടു കൊടുക്കുക. നമ്മുടെ ലൈൻ അതല്ല. ലോകത്തിലെ ഏറ്റവും വില പിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക. അതായിരുന്നു മത്സരം. കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. കീറിപ്പൊളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അവശന്മാരും ആർത്തന്മാരുമായ ദരിദ്ര നാരായണന്മാർ സ്വച്ഛന്തം ആ വസതിയിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏത് വസതിയിലായിരുന്നു? മിസ് കേട്ടില്ല. കീറിപ്പൊളിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അവശന്മാരും ആർത്തന്മാരുമായ ദരിദ്ര നാരായണന്മാർ സ്വച്ഛന്തം ആ വസതിയിൽ വരികയും പോവുകയും ചെയ്തിരുന്നു. ഏത് വസതി? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വസതിയിൽ. ലാൽ ബഹദൂറിന് കാശി വിദ്യാപീഠത്തിൽ നിന്ന് ലഭിച്ച ബിരുദം ഏതായിരുന്നു? ശാസ്ത്രി. ബഹദൂർ ശാസ്ത്രി എന്നുള്ളത് പദവി. മേനി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മേനി ശരീരം. അംശുമാൻ സൂര്യൻ. വിശ്വംഭരി ഭൂമി. മനുഷ്യൻ. അകക്കണ്ണ് മനസ്സ്. ചോരൻ കള്ളൻ. ഇത് നോക്കാതെ പറയുന്നേ. ഇപ്പൊ എത്ര പേരുണ്ട് ടെക്സ്റ്റ് നോക്കാതെ പറയുന്നേ? നോക്കുന്നില്ല അല്ലേ? നല്ല കുട്ടികളാണല്ലേ. ഭുവനം വീട്. ലോകം. ഭവനം വീട്. മനസ്സ്. വിത്തം അപ്പൊ ടെക്സ്റ്റിന്റെ എല്ലാ ഭാഗവും കൃത്യമായി വായിക്കണം. ഓക്കെ മിസ്. ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ. അഭിരുചി ഇഷ്ടം. വ്യത്യസ്തം പലതരം. ഓക്കെ. കനകം സ്വർണം. ലാൽ ബഹദൂറിന്റെ മാതാവിന്റെ പേരുണ്ടായിരുന്നു? രാംദുലാരി ദേവി. കറക്റ്റ്. ലാൽ ബഹദൂറിനെ സ്വാധീനിച്ച വ്യക്തി ആരായിരുന്നു? മഹാത്മാഗാന്ധിയും ജവഹർലാൽ മഹാത്മാഗാന്ധിയും വേറെ ആളെ പേര് ബാലഗംഗാധര തിലകൻ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയതും ദൈവീകവുമായ ഒരനുഭൂതിയാണ് ഡേഷ്. ദയ. വിഷ്ണുഗുപ്തൻ എങ്ങനെയുള്ള ആളായിരുന്നു? ശിഷ്യന്മാരുടെ
ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളായിരുന്നു വിഷ്ണുഗുപ്തൻ അല്ലെ? വിഷ്ണുഗുപ്തൻ. എന്തിനു വേണ്ടിയാണ് വിഷ്ണുഗുപ്തൻ ശിഷ്യർക്ക് മത്സരം ഏർപ്പെടുത്തിയത്? ക്ലിയർ ആയില്ല. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് മത്സരം ഏർപ്പെടുത്തിയത് അല്ലേ? ഓക്കെ. ശാശ്വതം അർത്ഥം എന്താ? ശാശ്വതം സമാധാനിക്കുക. എന്താ ശാശ്വതം മീനിങ്? ശാശ്വതം മീനിങ് നിലനിൽക്കുന്നത്. ശാശ്വതം എന്നും നിലനിൽക്കുന്നത്. എന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതം അല്ലെ? നെക്സ്റ്റ് ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. ഇതുപോലെ ഇടയിലായിരിക്കും ആൻസർ എഴുതേണ്ടി വരുക കേട്ടോ. ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഇടയിലായിരിക്കും. പിന്നെന്താ? പ്രകാശം വരുത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു ആര് കൊണ്ടുവന്നത്? രമണകൻ. ഓക്കെ. മോദം അർത്ഥം എന്താ? മോദത്തിന്റെ സന്തോഷം. ശമം ഏത് പാഠത്തിലാണെന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് പാഠത്തിലാണ്. ശമം, നിയന്ത്രണം, ശാന്തി. നെക്സ്റ്റ് പരം ഏറ്റവും ശ്രേഷ്ഠമായ. പര്യായം നേത്രം. നേത്രം എന്നുള്ളതിന്റെ പര്യായം അതെന്താ? നയൻ മാനവൻ മനുഷ്യൻ. അക്ഷി നയനം കണ്ണ്. ഓക്കെ. മർത്യൻ മനുഷ്യൻ. അപ്പൊ ടെക്സ്റ്റ് നല്ലോണം വായിക്കണേ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതാത്ത ഫെയ്ത്തെ കംപ്ലീറ്റ് എഴുതണം. നോട്ട് എനിക്ക് ഇട്ട് തരണം. കംപ്ലീറ്റ് എഴുതണം. എന്നാലേ ടെക്സ്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. ആഷിക കംപ്ലീറ്റ് ആക്കിയോ മോനെ? ആഷിക്കില്ലേ? പോയോ? ഓക്കെ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് 3 പാഠം ഞാൻ ഇപ്പൊ അതിന് കുറെ പ്രാവശ്യമായി പറയുന്നത് ടെക്സ്റ്റ് വായിക്കണം നല്ലപോലെ കേട്ടോ. ക്ലാസ്സിൽ ഇല്ലാത്തവർ പ്രത്യേകിച്ചും വായിക്കണം. ക്ലാസ്സിൽ ഇരുന്നവർക്ക് ഏകദേശം ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് പറയുന്നത്. പിന്നെ ആരാ? ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ ആധുനിക കവിത്രയങ്ങള് പറഞ്ഞോ? അറിയുന്നവര് പറഞ്ഞോ? ഉള്ളൂർ. ആധുനിക കവിത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോളാണ് ആധുനിക കവിത്രയങ്ങൾ. ഓക്കെ. നമ്മൾ ഈ പ്രാവശ്യം ആരെ പറ്റിയാ പഠിച്ചത്? നമ്മുടെ ഫസ്റ്റ് പാഠം നമ്മൾ ആരെ പറ്റിയാ പഠിച്ചത്? ഉള്ളൂരിന്റെ അല്ലെ? ഉള്ളൂരിനെ കുറിച്ച്. ഉള്ളൂരിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിലുണ്ട്, വായിക്കാനുണ്ട്. ഫസ്റ്റ് പാഠത്തില് വായിച്ച് പഠിക്കുക. പിന്നെ അന്നം നൽകുന്നവനും വിദ്യ നൽകുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? അന്നം നൽകുന്നവന് ജീവിതകാലം മുഴുവനാണോ അന്നം നൽകുന്നവന്? അല്ല, അന്നം ആ സമയം മാത്രം സന്തോഷം ലഭിക്കും. എന്നാൽ വിദ്യ നൽകുന്നവന് ആകട്ടെ ജീവനാന്തം സന്തോഷം അനുഭവിക്കുന്നു. വിദ്യ മഹാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്?
ചോരന്മാർ കൊണ്ടുപോകുന്നില്ല അല്ലേ? പിന്നെയോ പിന്നെന്താ? ക്വസ്റ്റ്യൻ ആൻസർ വൃത്തി പഠിക്കുന്നേ ഇല്ല നിങ്ങളല്ലേ? പിന്നെന്താ ചെയ്യുന്നേ? കൊണ്ടുപോകുന്നില്ല ചോരന്മാർ കൊടുക്കും തോറും അല്ലെ? വിദ്യ എന്ത് ചെയ്യും? പകർന്നു കൊടുക്കും തോറും അത് വർദ്ധിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് വിദ്യയാണ് മഹാധനം എന്ന് പറയുന്നത് അല്ലെ? ടൈം ഈസ് ഓവർ. ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാവരും നല്ല പോലെ പഠിച്ചിട്ട് വരുന്നു തോന്നുന്നു, വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കേ, നല്ല പോലെ അറ്റൻഡ് ചെയ്യണേ എക്സാം. ഫെയ്ത്ത് നോട്ട് കംപ്ലീറ്റ് ആയില്ല എന്ന് തോന്നുന്നുണ്ട്. നാളെ തന്നെ അത് എനിക്ക് ഫുൾ എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരണം വാട്സപ്പിലല്ലേ കേട്ടോ. ഓക്കേ, അപ്പം എല്ലാവരോടും ബൈ. See you. Shall we wind up? Wind up in a? Okay. Bye. ആരും ബൈ പറയുന്നില്ലേ? ബൈ. ഓക്കെ. എല്ലാരും സ്റ്റക്കാ. അതെ അല്ലേ? ബൈ.